നിറയ്ക്കണം. പലപ്പോഴും തോന്നിയിരിക്കുന്നത് മനസ്സ് തുറക്കാനുള്ള പ്രശ്നം അടഞ്ഞ മനസ്സുള്ളവരുടെ പ്രതികരണത്തെ പേടിച്ചാണ് പലരും മനസ്സ് തുറക്കാത്തത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആത്മകഥ റെഡിയായിട്ട് കുറേ കാലമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് പുറത്ത് വിടാത്തതിൻ്റെ കാര്യം ഈ അടഞ്ഞ മനസ്സുകളെ പേടിച്ചാണ്. അതിൻ്റെ നല്ല ഇഫക്റ്റ് ഉണ്ടാവും എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട്. പക്ഷേ ആഫ്റ്റർ ഇഫക്ട്സിനെയാണ് പേടിക്കുന്നത്. പക്ഷേ ഈ ആഫ്റ്റർ ഇഫക്ട്സിനെ പേടിച്ച് മനസ്സ് തുറക്കാതിരിക്കേണ്ട. ഞാൻ തുടങ്ങുന്നത് തന്നെ ഈ മലപ്പുറം എന്നുള്ള പേര് പറയുമ്പോഴും പലർക്കും ഈ പറഞ്ഞതിന് മനസ്സങ്ങ് അടഞ്ഞു പോകുന്നത് തോന്നുന്നു. മറ്റേത് ജില്ലയുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാലും സാമൂഹിക മാനദണ്ഡങ്ങളിലും വിദ്യാഭ്യാസപരമായി ഒക്കെ ഒപ്പം നിൽക്കുന്ന ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ഇമേജ് വരുന്നത്? അപ്പോൾ തങ്ങൾക്ക് തന്നെ അങ്ങനെ മലപ്പുറം എന്നുള്ളൊരു ചോദ്യം, അതിൻ്റെ പ്രത്യേക അനുഭവമുണ്ടോ? പറഞ്ഞ കാര്യം ഇപ്പോഴും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നമുക്കൊന്നും തോന്നുന്നില്ല. മുൻകാലങ്ങളിൽ പലരും പറയാറുണ്ട് മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്, ഭയപ്പാടുണ്ടാക്കുന്ന ഒരു ആഫ്രിക്കൻ കൺട്രി പോലെയുള്ളൊരു ഇരുണ്ട ജില്ലയാണ് മലപ്പുറം എന്നൊക്കെ മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മലപ്പുറം വളരെയേറെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, മലപ്പുറം പോലെ ആവണം എന്നുള്ളൊരാഗ്രഹം പൊതുവെ എല്ലാവർക്കും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു മലപ്പുറം മോഡൽ എന്നുള്ളത് പൊതുവെ എല്ലായിടത്തും ചർച്ചയാണ്. അത് ശ്രീ എ കെ ആൻ്റണിയാണ് അത് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം ഏത് കാര്യത്തിലും പറയും മലപ്പുറം മോഡൽ, അത് വിജയിച്ചിട്ടുണ്ട്. അതിപ്പോൾ സാക്ഷരത കാര്യത്തിൽ മലപ്പുറം മോഡൽ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനകീയാസൂത്രണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഏത് രാഷ്ട്രീയ ഭിന്നതയൊക്കെ മറന്നുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും മാറ്റങ്ങൾക്കൊക്കെ വേണ്ടി മലപ്പുറം എപ്പോഴും ബാലൻസിങ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു മലപ്പുറം മോഡൽ അനുകരണീയമാണ് എന്നാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നത്. പക്ഷേ ഈ മലപ്പുറത്തെ അപ്പോഴും ചിലർക്ക് അംഗീകരിക്കാൻ മടിയുണ്ട്. അതെന്താണ്? മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടാണ്. മനസ്സ് തുറന്നാൽ ഇത്ര വലിയ അപകടം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് ജോലി എന്നോട് ചോദിച്ചത്, ആത്മകഥ എന്തായി? ഞാൻ പറഞ്ഞ മുഴുവൻ മനസ്സ് തുറക്കാൻ പറ്റുമോ? തുറന്നാൽ വലിയ അപകടമാവില്ലേ? പറയാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഒരു മലപ്പുറം മോഡൽ അത് എ കെ ആൻ്റണിയുടെ കാലത്താണ് നമ്മുടെ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് വന്ന് IT ലിറ്ററസിയിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് IT ലിറ്ററസി ഒട്ടും ഇല്ലാത്ത കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും IT പെനിട്രേറ്റ് ചെയ്ത ജില്ല മലപ്പുറമാണ്. അതിനെ തുടർന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം IT സാക്ഷരതയുള്ള സ്റ്റേറ്റ് കേരളമായി, അതിലൊന്ന് മലപ്പുറമായി. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്നാണ് ആൻ്റണി പ്രസംഗിച്ചത്, ഡെവലപ്മെൻറ്റിൽ ഒരു മലപ്പുറം മോഡല് ഉണ്ട് എന്നാണ്. അതിപ്പോൾ ജനകീയ കൂട്ടായ്മയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇവിടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ചെലവിൽ നടത്തുന്ന പല കാര്യങ്ങളിലും മലപ്പുറത്ത് ജനകീയ കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അതാണ് അത് ആരും ചെയ്യാത്തതാണ്. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ബ്ലോക്ക് അതിൻ്റെ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ജനകീയ സഹകരണത്തോട് ഗവൺമെൻറ് ഫണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി തരാത്മല്ല ഉണ്ടാക്കുക. നമ്മൾ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ലേ അന്ന്, പിന്നെ മഡാക്ക് എന്ന് പറഞ്ഞ കുറച്ച് ഫണ്ട് പിരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച് കെട്ടിവെച്ചിട്ടാണ് കോഴിക്കോട് എയർപോർട്ട് പിന്നീട് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് മലപ്പുറം ജില്ല കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുതന്നെയാണ് എല്ലാവരും ഇന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൽ എന്തൊരു എടുത്തുചാട്ടാണ് ഇവിടെ ഉണ്ടായത്. പ്രൊഫഷണൽ കോളേജൊക്കെ വന്നതിന് ഞങ്ങൾ പറഞ്ഞല്ലോ, അത് വാസ്തവത്തിൽ അഖിലേന്ത്യാ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. ഇന്ന് വർത്തമാന കാലത്ത് പഴയ മലപ്പുറം അല്ല, മലപ്പുറം മോഡലുണ്ട്. പക്ഷേ മലപ്പുറം എന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ഈ ഫോബിയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അത് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഒരു പുതിയ ഫാഷൻ വന്നു കഴിഞ്ഞാൽ മലപ്പുറത്ത് ആദ്യം തന്നെ ഉണ്ടാവും. അതുപോലെ വാഹനങ്ങൾ മലപ്പുറത്ത് വളരെ, ഭക്ഷണം മലപ്പുറം കഴിഞ്ഞുള്ളൂ. ഇതിലെല്ലാം മലപ്പുറം വളരെ അപ്ഡേറ്റഡ് ആയിട്ട് വളരെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പം അവിടുത്തെ രാഷ്ട്രീയം എന്തോ പഴയത് തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് വലിയ മാറ്റമുണ്ട് എന്നത്. അപ്പോൾ ഈ
ഈ രാഷ്ട്രീയത്തിന് മലപ്പുറത്ത് എന്തെങ്കിലും മാറ്റം വരേണ്ടതുണ്ട്? മലപ്പുറത്തുകാർ ആഗ്രഹിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെയുള്ള അതായത് ഇവിടുത്തെ രാഷ്ട്രീയം മാറിയിട്ടില്ല എന്നുള്ളതാണല്ലോ. അത് മലപ്പുറം ആഗ്രഹിക്കുന്നു, അത് മാറ്റം വേണ്ടാന്ന്. മലപ്പുറം കെട്ടിപ്പടുക്കുന്നതിൽ, മലപ്പുറം ജില്ല ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് വളരെ വലുതാണ്. മഹാനായ ബാഫക്കി തങ്ങളും അവരൊക്കെയാണ്. അതൊരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തിൽ ഒരു വിലപേശൽ ഉണ്ടായിരുന്നു. ആ വിലപേശലിൻ്റെ അതിലാണ് മലപ്പുറം ജില്ല വരുന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ മലപ്പുറം ജില്ല വന്നു. മലപ്പുറം ജില്ല വന്നപ്പോൾ ഒരുപാട് പുരോഗതിയൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. ഇവിടെ നിന്ന് ധാരാളം മുസ്ലിം ലീഗിൻ്റെ MLA-മാരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവരൊക്കെ മന്ത്രിമാരുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നേട്ടം മലപ്പുറത്തിന് ഉണ്ടായി. എന്നതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു മലപ്പുറത്തിൻ്റെ ഭക്ഷണം, മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ, മലപ്പുറത്തിൻ്റെ മറ്റ് പിന്നെ ഒരു എല്ലാവരും ജനകീയ കൂട്ടായ്മയുടെ ഇപ്പോൾ ഒരു പെരുമ്പാവനെ പിടിച്ചാൽ പോലും എല്ലാവരും ഒന്നിച്ച് അതിൻ്റെ പിന്നാലെ കൂടുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിൽ ജാതിയും മതവും കക്ഷിയൊന്നും ഉണ്ടാവില്ല. ഏത് കാര്യത്തിലും കൂട്ടായി നിൽക്കുക, ചേർന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മലപ്പുറം ജില്ല ഉണ്ടായി, അതിൽ മുസ്ലിം ലീഗിന് ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞു. 45 ലക്ഷത്തോളം ആളുകളുണ്ട് മലപ്പുറം ജില്ലയിൽ. ഏതാണ്ട് 7 ലക്ഷം കുടുംബങ്ങളാണ്. ഒരു യൂറോപ്യൻ രാജ്യത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ഇപ്പോൾ ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊക്കെ പറഞ്ഞ ചില ചർച്ചകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി, SDP പോലുള്ള സംഘടനകൾ അത് ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് മുസ്ലിം ലീഗിൻ്റെ അത് കാഴ്ചപ്പാട്? അല്ല, പുരോഗതിയും വളർച്ചയൊക്കെ ആവശ്യമാണ്. അതിന് എന്താണോ മാനദണ്ഡം അത് സ്വീകരിക്കുന്നതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഒരു ജനകീയ ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ മലപ്പുറം ജില്ല ഡിവൈഡ് ചെയ്യണം എന്ന് ഗവൺമെൻറ് മിഷനറി കണക്കെടുത്തിട്ട് അത് വേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോരുത്തർ ആവശ്യപ്പെട്ടിട്ട് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഞങ്ങൾ മുസ്ലിം വരെ നിന്നിട്ടില്ല. എന്നാൽ ജനസംഖ്യയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റാണ് കേരളത്തിന് പുതിയ ജില്ല വന്നാൽ കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കും. അതിൻ്റെ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്ത് അതിൻ്റേതായ, അല്ലാതെ പുറത്തൊരു ഡിസ്കഷൻ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളെ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഗവൺമെൻറ് ഒരു ആവശ്യമാണെങ്കിൽ ചെയ്യണം. പക്ഷേ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ഈ ഇമേജ് ഉണ്ടല്ലോ, ആ കെണിയിൽ പലരും പുതിയ കാലത്ത് പെട്ടുപോകുന്നുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി തന്നെ നടത്തിയ ചില പരാമർശങ്ങൾ വളരെ വിവാദമായത് അറിയാമല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ചും ഈ മുസ്ലിം ലീഗിനെയും SDP-യെയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഒന്നുപോലെ കണ്ട് മുസ്ലിം ലീഗിനെയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെടുത്തി ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് മുഖ്യമന്ത്രി CPM ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് തങ്ങളുടെ വിലയിരുത്തൽ? ഇത് പറയാനല്ലേ ഞാനാണ്. അതെ, ലീഗിനെ ഒരു വിധത്തിലും പറയാൻ പറ്റില്ല. ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത് പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് 100% മതേതരമാണ്. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ചില്ലേ ലീഗ് എന്താ ക്ഷണിക്കാത്തത്? ലീഗ് ഒരു കാലത്തും ക്ഷണിക്കൂല. കാരണം എല്ലാവരുടെയും ജീവിതം ടച്ച് ചെയ്യുന്ന പ്രവർത്തന രീതിയാണ് ലീഗിനുള്ളത്. അപ്പോൾ അതിനെ പറയാനും പറ്റില്ല. ഇടതുപക്ഷത്തിനാണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഡയറക്റ്റ് വിമർശിച്ച യേശൂല. അപ്പോൾ യേശാത്തത് കൊണ്ടാണ് ഇവരെയൊക്കെ പഴിചാരി ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. ഞങ്ങളത് ഇഗ്നോർ ചെയ്യാണ്. അപ്പോൾ അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ആയിട്ടും SDP ഒക്കെ ആയിട്ടും അവർക്കുള്ള ബന്ധം ഒരു കാലത്തും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതിൽ ആത്മബന്ധം അവർക്കാണ്. അതിലിപ്പോൾ ലീഗിനെ കുറിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് അവരെ ചാരി ലീഗിനെ കുറിച്ച് പറയുന്നു എന്നാണ് കുഞ്ഞാൻകുടി സാഹിബ് പറയുന്നത്. എങ്കിലും എനിക്ക് തങ്ങളുടെ ഒരു പ്രതികരണം കൂടി അതിൽ ആവശ്യമുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ വരുമ്പോൾ ഈ SDP-യെയും ജമാഅത്ത് ഇസ്ലാമിയെയും തള്ളിപ്പറയുക, അല്ലെങ്കിൽ ആ വാക്കാണോന്ന് എനിക്കറിയില്ല, അത് കൃത്യമായിട്ട് ആ ഒരു നയം എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കില്ല എന്ന് അടുത്ത കാലത്തായിട്ട് അങ്ങ് പറയാനൊരു വിഷമം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
നയം മാറ്റിയത് മുസ്ലിം ലീഗല്ല. മുസ്ലിം ലീഗിൻ്റെ ചിരകാലമായ നയം അവിടെ തന്നെ ഉണ്ട്. അവരാണ് നയം മാറ്റിയിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ സഹായിക്കണം, UDF സഹായിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾ പറഞ്ഞ മറ്റു പാർട്ടിക്കാരുമാണ്. മുസ്ലിം ലീഗ് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മുസ്ലിം ലീഗ് നയം മാറ്റിയിട്ടില്ല. അങ്ങനെ ഈ പറയാൻ മടി എന്ന് പറഞ്ഞത് ഞങ്ങൾക്കും അറിയാം ഈ ട്രിക്ക്. ഞങ്ങൾക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ആർക്കും ഇല്ലാതാക്കണമെന്നാണ് അവരെ പരിപാടി. ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങും, അതിന് യാതൊരു മടിയില്ല. ഏതായാലും നമുക്ക് കിട്ടില്ല, എന്നാൽ പിന്നെ അവർക്ക് കിട്ടരുത്. ആചാര്യ കെണിയിൽ ഞങ്ങൾ മുന്നോടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ ഈ കുടപ്പനക്കൽ തറവാട് തങ്ങളുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ പൂക്കോയ തങ്ങൾ തുടങ്ങി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, കൈത്തരിയിൽ തങ്ങൾ, സാദിഖലി തങ്ങളിൽ നിൽക്കുന്നു, മുനവറലി തങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ തങ്ങൾ പാരമ്പര്യം ഇങ്ങനെ പിന്തുടരുന്നതിൻ്റെ ഒരു സ്വീകാര്യത, അതിൻ്റെ രസതന്ത്രം, അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ചുമതലയും കൂടെ ഉണ്ട് തങ്ങൾക്ക്. അതായത് ഒരുപാട് മഹല്ലുകളുടെ കാസിയാണ്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിലൊരു ആത്മസംഘർഷം തോന്നാറുണ്ടോ? രണ്ട് റോളും കൂടെ ഇങ്ങനെ ചെയ്യും. അതെ, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എപ്പോഴും മഹല്ലുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം തലപ്പത്ത് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട് തന്നെ അങ്ങനെയാണ്. ശിഹാബ് തങ്ങളും അങ്ങനെ തന്നെയാണ്, ഹൈദരലി തങ്ങളൊക്കെ അത് തുടർന്ന് പോകുന്നു. അത് തമ്മിലൊരു സംഘർഷമില്ല. അത് രണ്ടും സമഞ്ജസമായാണ്, അത് പരസ്പര പൂരകമാണ്. മുസ്ലിം ലീഗിന് മഹല്ലുകളെ മാറ്റി നിർത്താൻ പറ്റുകയില്ല, മഹല്ലുകൾക്ക് മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ പറ്റുകയില്ല. അതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് ഒരാളുണ്ടാകുമ്പോൾ ഒരു അമീറിന് ശ്രദ്ധിക്കാൻ എളുപ്പമാണ് എന്നുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് അതിലുണ്ട്. ചില കാര്യങ്ങളിലെ ഇപ്പം നേരത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാർ, കുടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള പ്രസിഡന്റുമാർ അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായമൊന്നും പറയാറില്ലായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഒരുപക്ഷെ അവർ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾമാരെ ഒന്നും പറയാതിരുന്നത് കൊണ്ടാണ് ഇവിടെ വലിയ വിസ്ഫോടനമൊന്നും ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു വാക്ക് അന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മസംഘർഷം ഒരുപക്ഷെ അനുഭവിച്ചിരിക്കുന്നത് തങ്ങൾമാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്. അത് ഈ കാലം അത് ആവശ്യപ്പെടുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ഒരു മീഡിയ ബോധേഡാണ്. ഏത് കാര്യത്തിലും അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും അതിനുള്ള മാധ്യമമുണ്ട്, സോഷ്യൽ മീഡിയ. അപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവരും പറയും. ഇപ്പോൾ വാസ്തവത്തിൽ ആ പറയുന്ന അഭിപ്രായങ്ങളൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. അതേ അവസരത്തിൽ ചിലർ ധരിക്കും ഈ വാട്സാപ്പിലും മറ്റൊക്കെ വന്നത് അത് ശരിയാണല്ലോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മിണ്ടേണ്ടി വരും. എപ്പോഴും മൗനം അവലംബിക്കാൻ പറ്റുകയില്ല. മുമ്പ് ചിലപ്പോൾ അത് മതിയായിരിക്കാം. ഇപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മുടേതായിട്ടുള്ള രീതികളിലും നമ്മൾ ഇടപഴകേണ്ടി വരും. ആ ഇടപഴകലിൻ്റെ ഭാഗമായിട്ടാണ് ചിലതൊക്കെ തുറന്നു പറയുന്നത്. അത് പറയുന്നതാണ്, വിശദീകരിക്കുന്നതാണ്, ആ സമയത്ത് തന്നെ അത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നതുകൊണ്ടുകൂടിയാണ് തങ്ങളത് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഏത് കഴിഞ്ഞപ്പോൾ ശിഹാബ് തങ്ങളോടായാലും ഹൈദരലി തങ്ങളോടായാലും സാദിഖലി തങ്ങളോടായാലും ഏറ്റവും അടുത്ത് ഈ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഏറ്റവും അടുത്ത് ഇടപെടുകയും ചെയ്ത ആളാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. എന്താണ് തങ്ങൾമാർക്ക് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞേ ആരും ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് പ്രായത്തിൽ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയേക്കാൾ താഴെയുള്ള തങ്ങളുമായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാണക്കാട് കുടുംബത്തിന് ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത് ക്ഷണിക്കാത്തത്? ഇവിടെ അത് തന്നെയാണ് ആൻസർ. ഹിസ്റ്റോറിക്കലായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഈ നാട് അറിയപ്പെടുന്ന ഒരു ചരിത്രം പാണക്കാട് കുടുംബത്തിനുണ്ട്. അത് പാണക്കാട് കുടുംബം ഈ നാട്ടിലെ ജനങ്ങളുടെ സമസ്ത വിഷയങ്ങളിലും അവരോടൊപ്പം നിന്ന ചരിത്രമാണ്.
ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ജനങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് നാട് കടത്തപ്പെട്ട പൂർവികരുള്ള ഒരു ഫാമിലിയാണ്. അപ്പം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഒരു ഇമ്മൻസ് ആയിട്ടുള്ള വലിയ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അതിൻ്റെ നിൽപ്പ്. അതുകൊണ്ട് അതിനൊരു കൾച്ചറുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു നിലപാടുണ്ട്. ഉദാഹരണമായിട്ട് തീവ്ര ന്യൂനപക്ഷ വർഗീയത ഒരിക്കലും ആ ഒരു സ്റ്റാൻഡ് പണം ഉൾപ്പെടുത്തില്ല. ബാബരി മസ്ജിദിൻ്റെ സമയമൊന്നല്ലേ. അതുപോലെ തന്നെ തീവ്ര ഭൂരിപക്ഷ വർഗീയത വരുമ്പോൾ അതിനെ എതിർക്കുന്ന കാര്യത്തിലും അവർക്കൊരു അപ്രോച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റ് കൾച്ചറും ഒരു സെറ്റ് നിലപാടും വളരെ സുസ്ഥിരമായ ആറ്റിറ്റ്യൂഡും നിലപാടും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രീയം ലീഗിന് വന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ ലീഡർഷിപ്പ് കൊണ്ടാണ്. അപ്പം പിന്നെ ആള് മാറിയാലും ഞാൻ ബേജാറാവേണ്ട കാര്യമില്ല, കൾച്ചറുണ്ടല്ലോ. അപ്പം അതേ സെറ്റ് മെത്തേഡ് മുന്നോട്ട് പോകുന്നില്ല. മുമ്പ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോഴുള്ള ഈ പദവിയെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പാണക്കാട്ട് തറവാട്ടിലെ അതിൻ്റെ കോലായിൽ ചായ ഒഴിച്ചു കൊടുക്കുന്ന ജോലിയിലേക്ക് മടങ്ങി പോകാനും എനിക്ക് വിരോധമില്ലാന്ന് ഒരാവേശത്തിൽ പറഞ്ഞു പോയതാണോ? അത് ഞാൻ ചായ കൊടുത്തിരുന്നു, അതുകൊണ്ട് ഞാൻ ചായ കൊടുത്തൊരു കാലമുണ്ട്, അവിടെ ഫോൺ അറ്റൻഡ് ചെയ്ത ഒരു കാലമുണ്ട്. അവിടുത്തെ ഭയങ്കര തിരക്കാവുമ്പോൾ അന്നത്തെ ആൾ അരുവിയായിരുന്നു. അത് ചായ എടുത്ത് കൊടുക്കാൻ ആളില്ലെങ്കിൽ ഞാൻ ചായ കൊടുക്കലുണ്ട്, യാതൊരു ചർച്ചയും വേണ്ട. ഞാൻ ചായ കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അതെ എൻ്റെ പൂർവികരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പാണക്കാട് തങ്ങന്മാർക്ക് ഞാനല്ല, എല്ലാവരും ഒരുപോലെയാണ്. ഈ പാർട്ടിയിൽ നല്ല യുവ നേതൃത്വം വളർന്നു വരുന്നുണ്ട്, അതൊക്കെ ലീഗ് വളർത്തി കൊണ്ടുവരുന്നുണ്ട്. ഇതുവരെ പ്രശ്നം ഉണ്ടോന്നില്ല ജോലി, ഞാൻ പോയാലും പ്രശ്നം ഉണ്ടാവില്ല, യാതൊരു പേടിയും വേണ്ടി. പിന്നെ കുഞ്ഞാലി സാഹിബിൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും അങ്ങനെ പാണക്കാട് കുടുംബത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ ഏത് നേതാവോ എന്ത് പറയും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതേസമയം ഈ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചിട്ട് തങ്ങൾ എന്ത് പറയും എന്നറിയാനായിട്ട് എനിക്ക് വലിയ കൗതുകമുണ്ട്. കുഞ്ഞാലി സാഹിബ് ഒറ്റ വാക്കി പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ ഷിഹാബ് തങ്ങളാണെങ്കിൽ കുഞ്ഞാലി സാഹിബിന് ഒരു അനിയനെ പോലെയാണ്. ഉമ്മർ തങ്ങളും ഹൈദരി തങ്ങളൊക്കെ ഒരു ചീത്ത പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞാപ്പാനെ. അതെ 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 അല്ല എന്തെങ്കിലും ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുഞ്ഞാപ്പാൻ്റെ അഭിപ്രായം പറ്റുന്നില്ല എങ്കിൽ അത് പറ്റില്ല, അങ്ങനെ തിരുത്താറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അനിയൻ സഹോദരനെ പോലെ അവർ കാണുന്നു, ഞാനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്നു. ഒരു ചെറുപ്പം തൊട്ട് തന്നെ കുഞ്ഞാപ്പാനെ നമ്മുടെ വീടിൻ്റെ വലായിൽ തന്നെ കാണുക. അന്ന് ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യമുണ്ട്, കുഞ്ഞാപ്പാക്ക് ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ, വെറുതെ ഇരിക്കും. അവിടെ തറവാട്ടിൽ വലിയ കോലായി ഉണ്ടായിരുന്നു. മൂപ്പര പണിയൊന്നുമില്ല, ഒരു തൽക്കുന്ന അങ്ങനെ അങ്ങോട്ട് നടക്കും, അതിങ്ങോട്ട് നടക്കും. അപ്പോഴൊക്കെ ഇയാൾ മൈൻഡ് വർക്ക് ചെയ്യുമായിരിക്കും. അതാണ് അത് ചെറുപ്പത്തിലായി കാണുന്നുണ്ട്. ജോണിക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, നമ്മുടെ പെരിന്തൽമണ്ണ റിസോർട്ടിൽ വെച്ച് ഈ ചോദ്യം ജോണി സിഹാബ്ദങ്ങളോട് ചോദിച്ചു. അല്ല അപ്പോൾ ചോദ്യം ഉണ്ടായെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും എന്താണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അതിപ്പം തങ്ങൾമാരെ തീരുമാനം ഏൽപ്പിക്കുന്നു എന്നാൽ പോലും എല്ലാ കാര്യങ്ങളും തങ്ങൾമാരുടെ പേരിൽ തീരുമാനിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എന്നുള്ളൊരു വലിയ അപ്പോൾ ജോലി ചോദിച്ചു തങ്ങളെ കുഞ്ഞാലിക്കുട്ടിയെ ശാസിക്കാറില്ലേ, ആവശ്യമായ ശാസിക്കാറുണ്ട് എന്ന് മറുപടി പറഞ്ഞു. തന്നെയുമല്ല ഈ കെ കുഞ്ഞാലിക്കുട്ടിയാണോ തങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ശിഹാബങ്ങൾ പറഞ്ഞു അല്ല, എൻ്റെ മനസാക്ഷി ഞാൻ തന്നെയാണ് ഈ ചോദ്യം പണ്ട് ചോദിച്ചതാണ് എന്നായിരുന്നു ഇതിൻ്റെ ഉത്തരം. എന്നാലും ഇപ്പോൾ സാദിഖ് തങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം ഈ കുഞ്ഞാപ്പയുടെ അഭിപ്രായത്തിൽ ഒരു പ്രീമിയം ഉണ്ട് എന്നാണ്. കുഞ്ഞാപ്പ പരിചയസമ്പന്നനാണ്. ഈ കുഞ്ഞാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ലീഗുകാർ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകതയുണ്ട്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കുഞ്ഞാലി സാഹിബിൻ്റെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്തായിരിക്കാം. ഏത് പ്രശ്നം കണ്ടേലും കുഞ്ഞാലി സാഹിബിനെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും കാണാറുണ്ട്, അത് നമ്മളറിയാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ്. ഏതായാലും എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ആളിൽ തന്നെ വാങ്ങി തന്നതിന് ജോണിയോട് നന്ദി.
ഞാൻ മുമ്പ് ചോദിച്ചത് അത് കാസി എന്നുള്ള ഒരു ഉത്തരവാദിത്വം, അതുപോലെ ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളൊരു പ്രശ്നമില്ലാതെ പരസ്പര പൂരിതമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും ചില സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഞാനത് ചോദിക്കാതിരിക്കുന്നില്ല. ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നൽകി. അപ്പോൾ തുല്യത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിയാണ്, കായിക ബലത്തിലൊന്നും സ്ത്രീയും പുരുഷനും തുല്യരല്ല, പല കാര്യത്തിലും തുല്യരല്ലാത്തവരുണ്ട്. പക്ഷെ നമ്മൾ തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ അവസര സമത്വവും അവരുടെ സ്വാതന്ത്ര്യം ഒക്കെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഈ പുതിയ സമൂഹത്തിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. തങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞ് നേരിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അവസര സമത്വം, ബഹുസ്വര സമൂഹത്തിൽ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ട്. അതിനിപ്പോൾ ആരും നിഷേധിക്കേണ്ട കാര്യമില്ല. അത് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, പാർലമെൻറ്റ് കൊടുക്കുന്നുണ്ട്, നിയമസഭ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വേണ്ടത്ര അവർ കൊടുക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് സംശയം. ഇപ്പോൾ 33% ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ലോക്സഭയിലും നിയമസഭയിലും സംവരണം ഇല്ലതാണ്. അപ്പോൾ പൊതുസമൂഹം തന്നെ അങ്ങനെയാണല്ലോ വിലയിരുത്തുന്നത്. അപ്പോൾ ആ നിലക്ക് ആയിരിക്കാം അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. എന്താണ് ഇവിടുത്തെ ഒരു സെഷന്റെ പേര് തന്നെ മലപ്പുറത്തെ പുതിയ പെണ്ണ് എന്നാണ്. അങ്ങനെ ഒരു സെഷൻ നടത്തിയിട്ട് നമ്മൾ സ്ത്രീകൾ തുല്യരല്ല എന്നൊക്കെ പറയാൻ പാടുള്ളൂ. അതല്ല, അത് PMA സലാം പറയുന്ന കോണ്ടസ്റ്റ് വേറെ, അതുപോലെ തന്നെ ഇതിനെ വിമർശിക്കുന്നവർ പറയുന്ന കോണ്ടസ്റ്റ് വേറെ. അവസര സമത്തിൻ്റെ കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കമില്ല. ലീഗ് ഒരവസരം കൊടുക്കുന്നതിന് എതിരല്ല, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ലീഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ പുരോഗതിക്ക് മലപ്പുറം ജില്ല നോക്ക്, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോളേജിൻ്റെ മുമ്പിൽ നിന്നിട്ടും നോക്ക്, ഇതിനൊക്കെ ആരാ മുൻകൈയെടുത്ത്? ഞങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് അവസര സമത്തിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം പറഞ്ഞത് വേറെ ഏതോ കോണ്ടസ്റ്റാണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് വ്യാഖ്യാനം കൊടുത്ത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഞാനതിൽ പിന്നെ പ്രതികരിക്കാതെ വിചാരിച്ചു, പിന്നെ വേണ്ട, കൊണ്ടാൻ പോയാൽ അതും വ്യാഖ്യാനം ഇതാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നതാണ്. കാരണം ഒരു കാര്യമില്ല, ലീഗിന് ഈ പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് അർഹമായ എല്ലാ അവസരങ്ങളും അവസരസമത്വം വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ കൊടുക്കുന്നു. എവിടെ കൊടുക്കാത്തത് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്, അവർ പുരോഗതിയായി ശ്രമിക്കുന്നുണ്ട്. യാതൊരു അഭിപ്രായ വ്യത്യാസം അല്ല. പുതിയ കാലത്ത് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന അർത്ഥത്തിൽ തന്നെ ആളുകൾ എടുക്കണമെന്നില്ല. അതിനെന്തൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും എന്നും കൂടി ആലോചിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ, മനസ്സ് മുഴുവൻ തുറന്നാൽ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചിലപ്പോൾ മനസ്സ് തുറക്കാക്കേണ്ടി വരും. തങ്ങളും പറഞ്ഞല്ലോ, അത് മനസ്സ് തുറക്കാതെ ഇരിക്കലും ആവശ്യമാണ്. നിങ്ങളുടെ മുമ്പിൽ മൗനം ഒരു വലിയ വാചാലമായ സംഗതിയാണ്. അത് അവസര സമത്വത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് മിനിഞ്ഞാന്ന് പനമരം പഞ്ചായത്തിൽ അവിടെ ഒരു അധികാര കൈമാറ്റം ഉണ്ടായി. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു ജനറൽ സ്ത്രീയാണ് വരേണ്ടത്. പക്ഷെ അതുണ്ടായിട്ടും ഒരു ആദിവാസി സ്ത്രീയാണ് അവിടെ പ്രസിഡൻ്റാക്കി വെച്ചത്, ലക്ഷ്മി എന്നുള്ള. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് കണക്കിലെടുക്കേണ്ടി വരും. എന്നാലും ഇപ്പോൾ സാദിഖലി തങ്ങളെക്കുറിച്ചാണ് എനിക്കറിയാം. പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത്തരം ഒക്കെ അങ്ങനെ കല ആസ്വദിക്കാൻ ഇഷ്ടമുള്ള തങ്ങളോട് ഒരു പാട്ട് പാടരുത്, കേൾക്കരുത്, അല്ലെങ്കിൽ ഒരു പന്ത് തട്ടരുത് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നും? അതൊക്കെ പറയുന്നവരുടെ മാനസികാവസ്ഥയാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ മിതമായ രീതിയിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക, അത്ര ഒന്നും ഓവറാകാൻ പാടില്ല. അല്ല, അത് പറയൂ. കാരണം വെച്ചാൽ അദ്ദേഹം ഈ നൈറ്റ് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്ന. ഇന്നലെ നൈറ്റ് ഡ്രൈവിന് ആ സമയത്താണ് കണ്ടത്. രാത്രി ഒരു 12-1 മണിയായിട്ടുണ്ടാവും. അല്ല, അതൊന്നും പാടില്ല എന്ന് ആരും പറയുന്നില്ല. അനുവദനീയമായ വിനോദങ്ങളും അനുവദനീയം അല്ലാത്ത വിനോദങ്ങളും ഉണ്ട്. അനുവദനീയമായ കാര്യങ്ങളിൽ ആരും ഒരു വിനോദം ഏർപ്പെടുത്തുന്നില്ല. ഉദാഹരണമായിട്ട് ഞാൻ മുനവറിൻ്റെ ചെറിയ കുട്ടി പന്ത് കെട്ടാൻ പറഞ്ഞപ്പോൾ പന്തൊന്നും തട്ടി. ഇപ്പോഴത്തെ തലമുറ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? ചെറിയ കുട്ടി പന്ത് കെട്ടി നേരെ ഫാനിലിട്ടു. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഭയങ്കര തെറ്റി. അതുകൊണ്ടൊരു പബ്ലിഷ് ചെയ്തു. 8.5 ലക്ഷം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ആളുകളുടെ 8
അല്ല 80 ലക്ഷം ആളുകളാണ് അതിൻ്റെ. അപ്പോൾ പുതിയ തലമുറയുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ സ്പോർട്സ് വേണം. അതിനാരാ വിരോധം പറയുന്നത്? സംഗീതം വേണം, ഒരു മ്യൂസിക് വേണം. വേണ്ടാന്ന് പറയുന്നവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മൂളിപ്പാട്ട് പാടാത്തവൻ ലോകത്തുണ്ടാവില്ല. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് UDF എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സമവായം ഉണ്ടാക്കുന്നതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറയും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവസാനം കുഞ്ഞാലിക്കുട്ടി സാറിന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർക്കാൻ കഴിയും എന്നൊക്കെയാണ് പറയുക. ഇപ്പോൾ അതുപോലെ UDF പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് കഴിയുന്നുണ്ടോ, അതോ ഇവരിങ്ങനെയൊന്നും പോയാൽ പോരാ, ഞാൻ ഇടപെട്ടിട്ടും കാര്യമില്ല എന്നുള്ള ഒരു തോന്നലാണോ ഉള്ളത്? നമ്മളെ പിന്നെ ഡിവൈഡിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവരെ സാക്ഷി നിർത്തി തന്നെ പറയാം, ഞങ്ങൾ തീർക്കൂല എന്നുള്ള ഉറപ്പ് വേണ്ട. അടുത്ത സെഷനിലാണ് അദ്ദേഹത്തിന് സംസാരിക്കുന്നത്. വളരെ സീനിയർ തീർക്കണം എന്നൊരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു. അല്ല, തീരും ചെയ്യും, അതുപോലത്തെ തീരും ചെയ്യും. ഇന്നത്തെ നിലയിൽ UDF വൻ ശക്തിയായി തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കട്ടെ, ഇപ്പം പാണക്കാട്ട് തങ്ങൾമാരെ ഇടപെട്ട് കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാ തർക്കങ്ങളും കഴിഞ്ഞാൽ അവസാനം അത് തീരുമാനം ഏൽപ്പിക്കുന്നത് തങ്ങൾക്ക് വിടുകയാണ്. അത് കൃത്യമായി തീരുമാനത്തിലൂടെ തന്നെ ഇന്നും അതേ പതിവ് തന്നെയാണ്. ഇപ്പോൾ ലീഗിൻ്റെ തീരുമാനങ്ങൾ തങ്ങൾക്ക് വിടുന്നു. അതിൻ്റെ പുറമെ ഞാൻ അഭിമാനത്തോട് കൂടി പറയട്ടെ, UDF ആ ഒരു പൊസിഷൻ ഇപ്പോഴും തങ്ങൾക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFിലുള്ള കലുഷിതമായ പ്രശ്നങ്ങളിലും തീർച്ചയായും തങ്ങൾക്ക് ഒരു റോളുണ്ടാവും. തീർച്ചയായും അവസാനം ഗമ്യമായ പരിഹാരം ഉണ്ടാവും. തീർച്ചയായിട്ടും തങ്ങളുടെ വാക്കിന് വലിയ വില ആ കാര്യത്തിലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരുപക്ഷെ തങ്ങൾ പോലും വിചാരിച്ചിട്ട് തീരാത്ത ഒരു പ്രശ്നമാണ് ഈ സമസ്തയുമായിട്ടുള്ള അസ്വാരസ്യം. അതെന്താണ്? അത് തീരാത്തതല്ല, തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സമസ്ത പല ഘടകങ്ങളും അതിലുണ്ട്. മതപരമായിട്ടുള്ള ഘടകങ്ങളുണ്ടാവും, കീഴ്വഴക്കങ്ങളുടേതായിട്ടുള്ള ഘടകങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് അത് തീരാതിരിക്കുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ചോറ് തിളച്ചാലാണല്ലോ അത് വേവുക. അപ്പം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ അത് വെന്ത് നമുക്ക് കഴിക്കാൻ പാകാവും. അടുത്ത കാലത്ത് ഈ നേതാക്കൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നമൊക്കെ അതും ഇങ്ങനെ തിളയ്ക്കുന്നതായിട്ട് തന്നെ കണ്ടാൽ മതിയോ, അതോ അവർ കൂടുതൽ തിളയ്ക്കണ്ട എന്ന് പറയേണ്ട സമയമായോ? അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ചോറ് അരി തിളച്ചുകൊണ്ടിരിക്കുന്നു, അത് ചോറായി വരുന്നു. ഇനിയിപ്പോൾ വൈകാതെ തന്നെ അത് സമാധാനത്തോടെ എല്ലാവർക്കും അത് ഭക്ഷിക്കാൻ പറ്റും. പരിഹാരം ഉണ്ടാകുന്നേ ഉള്ളൂ. ആ വിഷയം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് അധികമായി ചർച്ച ചെയ്യപ്പെടുക. സോഷ്യൽ മീഡിയ ഒന്ന് വളരെ സജീവമായതുകൊണ്ട്. പണ്ടും അതിനൊക്കെ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണല്ലോ, മതത്തിലെല്ലാം ഉണ്ട്. എന്നാൽ അതിൻ്റെ മെയിൻ അതിൻ്റെ അടികളും മറ്റൊക്കെ ബഹുഭൂരിപക്ഷം ലീഗുകാരാണ്. ലീഡർഷിപ്പാണെങ്കിൽ തങ്ങന്മാർക്ക് രണ്ടും കൊണ്ട് നടക്കണം. പാണക്കാട് തങ്ങന്മാരുടെ ഒരു വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അതാണ്. സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മത ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവർത്തന രീതി ആയതുകൊണ്ട് അതിന് ചിലപ്പോൾ ചില സംഘർഷമൊക്കെ വരും. അതെല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ അത് അധികമായി ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് പരിഹരിക്കേ ഉള്ളൂ. പരിഹരിക്കാത്ത വിഷയങ്ങളൊന്നും. കുഞ്ഞാലിക്കുട്ടി UDF ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു കേരള കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടാവുകയാണെങ്കിൽ രണ്ട് ഘടകകക്ഷിയിൽ നിന്ന് ഇപ്പോൾ കുഞ്ഞുമാണി കാലം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുമാണിയുടെ മകൻ ജോസ് കെ മാണി ഇടതു മുന്നണിയിലേക്ക് പോയി. ഈ കുഞ്ഞുമാണിയുടെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ കുഞ്ഞാപ്പ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വേറെ മുന്നണിയിലാണ് കുഞ്ഞുമാണിയുടെ മകൻ. അപ്പോൾ അതിൽ കയറി ഞാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്രോപ്രിയേറ്റ് ടൈമിൽ അവർക്ക് അങ്ങനെ ഒരു വിഷയം തോന്നുന്ന സമയം മനസ്സ് തുറക്കാനായിട്ടില്ല. ഇല്ല. ഈ ഒരു വിഷയത്തിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ തന്ത്രം അപ്ലൈ ചെയ്യാണ്. അതിപ്പോൾ പറയാനായി. അതിപ്പോൾ പലരും തിരുവാമ്പാടി സീറ്റ് കൊടുത്തിട്ടാണെങ്കിലും
ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ലീഗ് ആഗ്രഹിക്കുന്നത് എന്ന് പോലെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് ആവശ്യമായ ഘട്ടത്തിൽ ലീഗ് അങ്ങനെയൊക്കെ പണ്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വന്നൊരു ഇംപ്രഷനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആന്റണിയെ ശിഹാബ്ദങ്ങൾ തിരുവരങ്ങാടി കൊണ്ടെന്ന് മത്സരിപ്പിച്ചിട്ടില്ലേ, അതിലും വലിയ കാര്യം. അതൊക്കെ ലീഗിന് സാധിക്കും. അപ്പോൾ ചിലർക്ക് തോന്നുകയാണ് ഇങ്ങനൊക്കെ ചെയ്തൂടെ എന്നുള്ള. അങ്ങനെ വന്ന ഒരു ഇംപ്രഷനാണ്. അത് സംബന്ധിച്ചൊന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇതെന്തായാലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ വർഷം വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരുപാട് ലീഗിൽ വളരെ ഇപ്പോൾ യൂത്ത് ലീഗാണല്ലോ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ. ഇപ്പോൾ തങ്ങൾ തന്നെ യൂത്ത് ലീഗിലൂടെ വന്നതാണ്. അപ്പോൾ യൂത്ത് ലീഗിലെ വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാർക്കൊക്കെ മത്സരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ കുറേ നിബന്ധനകൾ വെച്ച് 3 തവണ മത്സരിച്ചവർ വീട്ടിൽ മത്സരിക്കേണ്ട, ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് മത്സരിക്കേണ്ട എന്നൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുതിയ തലമുറ വരട്ടെ, അവരെ കുറച്ചും കൂടെ അവസരം കൊടുത്ത് അവരെ തുറന്നു വിട്ടുകൂടെ? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സമീപന മാറ്റം ഉണ്ടാവും. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിച്ചും മറ്റുമൊക്കെ ചെറുപ്പക്കാർ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. അത് പൊതുവെ അങ്ങനെയാണല്ലോ. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ കുറച്ച് യുവാക്കൾ വളരെ സജീവമാണ് രാഷ്ട്രീയ രംഗത്ത്. മാത്രമല്ല അവരൊക്കെ വളരെ ഭാവനാസമ്പന്നരുമാണ്, വിദ്യാസമ്പന്നരുമാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് പഞ്ചായത്തുകളിലേക്കും ജനപ്രതിനിധി സഭകളിലേക്കൊക്കെ വരേണ്ടത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാട്. അതാണ്. അത് കഴിഞ്ഞ പഞ്ചായത്തിനുള്ളിൽ നമുക്ക് കുറേ നടപ്പാക്കാൻ പറ്റി. അത് തന്നെ തുടർന്ന് പോയാൽ മതി എന്ന് തന്നെയാണ്. അതിൽ മാറ്റത്തിനൊന്നും സാധ്യതയില്ല. സി എച്ചിന് ശേഷം മുസ്ലിം ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായില്ല. ഇത്രയും വർഷമായി ഒരുപക്ഷെ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ ലീഗിനൊരു മുഖ്യമന്ത്രിയും ആകാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും? കോൺഗ്രസ് വിചാരിച്ചാൽ അത് നടക്കും. മുഖ്യമന്ത്രി ഇവിടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും കേരളം സ്റ്റേറ്റ് 2 എന്നാണ് കുഞ്ഞാലി സാഹിബിൻ്റെ ഒരു അടയാളം. അതുണ്ടാവും ഏതായാലും. അല്ല, അത് പാർട്ടിയുടെ പൊതുവെ ഒരു നിലപാട് അങ്ങനെ തന്നെയാണല്ലോ. പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയായാലും സെക്രട്ടേറിയറ്റ് കൂടിയായാലും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമല്ലോ. അത് തീർച്ചയായിട്ടും കുഞ്ഞാലി സാഹിബ് തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. പേടിക്കേണ്ട. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഈ യുവാക്കൾ മുഴുവൻ വളർന്നു വരുന്നത്. തക്ക സമയത്ത് വന്നു. ഒരു നേതൃക്ഷാമവും ലീഗിലില്ല. വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഈ മുന്നണി ഒന്ന് ശക്തിപ്പെട്ടാൽ മതി. ലീഗ് എന്ന് പറയുന്നത് വളരെ അടിത്തറയുള്ള വളരെ അതിശക്തമായ ഒരു പാർട്ടിയാണ്. വാസ്തവത്തിൽ ഞങ്ങളവർ ഇതിനനുസരിച്ച് സീറ്റ് വന്ന് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഭാവി നേരാമണ്ണം പോകണമെന്നുള്ള എൻ്റെ ബാബയുധങ്ങളെ കാലത്തൊക്കെ എടുക്കാൻ ആ വിട്ടുവീഴ്ചയുടെ നിലപാടെടുത്ത് പോവുകയാണ്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേതൃദാരിദ്ര്യമില്ല, അണിദാരിദ്ര്യമില്ല, വേറെ ഒന്നിൻ്റെയും ദാരിദ്ര്യമില്ല. അതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഈ ഉത്തരേന്ത്യൻ്റെ ഈ കോൺഫറൻസ് ഉണ്ടായിട്ടുള്ള തെളിവാണ്. അപ്പം ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പല തരത്തിലുള്ള വേർതിരിവുകൾ ഇങ്ങനെ കൂടി വരികയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത് നന്നായി കഴിഞ്ഞിരുന്ന 2 സമുദായങ്ങളാണ് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും. അതിനിടയിൽ തന്നെ വിടവുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിമിൽ നിന്ന് വേർപെടുത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള പ്രത്യേക ശ്രമങ്ങൾ നടത്തുന്നു. ഈയിടെ ഇവിടെ മാർപ്പാപ്പയെ കാണാൻ പോയി. പക്ഷെ ചില സമയത്തൊപ്പം അവിടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കൊപ്പം കേക്ക് മുറിച്ചത് അതിന് വരെ വിമർശിക്കപ്പെട്ടു. അപ്പം ഈ മനസ്സ് തുറന്നു എന്ന് നമ്മൾ പറയുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ തങ്ങളുടെ മനസ്സിനെ, കാരണം അങ്ങനെ ഒന്നും കണ്ടതല്ല, എല്ലാം ഒന്നുപോലെ കണ്ട അങ്ങനത്തെ ഒരു പാരമ്പര്യവും സംസ്കാരവുമാണ് ഉള്ളത് തങ്ങൾ കുടുംബത്തിന് വരെ മലപ്പുറത്തിന് വരെ. പക്ഷേ ഇപ്പോൾ പലതും അങ്ങനെയല്ല വീക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വലിയൊരു വിഷമമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ചെറിയൊരു ശതമാനത്തിൻ്റെ അഭിപ്രായമുള്ളൂ. അത് ബഹുഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ അംഗീകരിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ്. എല്ലാവരും ചേർന്നിരിക്കുക. മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു നയം എന്നുള്ളത് മനുഷ്യൻ്റെ കണ്ണീരൊപ്പുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രഥമമായിട്ടുള്ള പരിഗണന. അത് രാഷ്ട്രീയം കക്ഷിയൊന്നും നോക്കാം. ഇപ്പോൾ വയനാട് നമുക്കത് ചെയ്യാൻ പറ്റി. ഇന്നലെ 4 വർഷം മുമ്പ്
ഉരുൾപൊട്ടൽ നടന്ന നിലമ്പൂരിൽ കവളപ്പാറയിൽ 10 വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുത്തു. ആ സമയത്ത് തന്നെ 3 ഏക്കർ സ്ഥലം അവിടെ എല്ലാവർക്കും വേണ്ടി വീതിച്ച് നൽകിയിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണീരൊപ്പുക എന്നുള്ള അതും എന്നതുപോലെ തന്നെ എല്ലാവരെയും ഇരുത്തുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയം. അത് എല്ലാവരും ഇപ്പോൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. അതൊന്നും ഒരു കാര്യമായിട്ട് ആരും എടുക്കാറുമില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. UDF ഓർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ, വേറെ ആ വിഷമം തീരും, കുഴപ്പമുണ്ടാവില്ല. അല്ല, ഇതിപ്പോൾ പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വിഷയമാണ് ഇപ്പോൾ ജോലി ചോദിച്ചത്, സാമുദായിക സൗഹാർദ്ദം. അത് തങ്ങളിപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ ചോദിച്ചത്. ഈ അടുത്ത കാലത്ത് തങ്ങൾ അറ്റൻഡ് ചെയ്ത പരിപാടികൾ നോക്കിയ റോമ പോയി, മാർപ്പാപ്പയുടെ മുനമ്പത്ത് പോയി, അതുപോലെ തന്നെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരോട് കൂടിക്കാഴ്ച നടത്താനും ആശയവിനിമയം നടത്താനും ഇല്ലാത്ത സമയം ഉണ്ടാക്കി തങ്ങൾ അറ്റൻഡ് ചെയ്തതൊക്കെ വളരെ കാലഘട്ടത്തിൽ വരുന്ന ഒരു മാറ്റത്തെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ്, സൗഹൃദം നിലനിൽക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ്. ഇപ്പോൾ വയനാട്ടിൽ ചൂരൽമലയിൽ ദുരന്തം ഉണ്ടായി. അതേ സമയത്ത് ചെറിയ തോതിലാണെങ്കിലും വിലങ്ങാടും ഉണ്ടായി. അവിടെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള താമസക്കാരായ ക്രിസ്തീയ പ്രവർത്തകർ. ഞങ്ങളെ പാർട്ടി പരിപാടികൾ രണ്ടും ഒരുപോലെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ വിഷയത്തിൽ സമൂഹത്തിൽ ഡിവിഷൻ ഇല്ലാതെക്കാൻ ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സിമ്പിൾ എന്നുള്ള ആൾക്കാർ റോമിൽ വരെ പോയി തങ്ങൾ പിന്നെ മാർപ്പാപ്പയെ സന്ദർശിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സന്ദേശം കൊടുക്കാനാണ്, അതിനു വേണ്ടിയാണ്. അല്ലാതെ അതുവരെ പോയി വരേണ്ട വേറെ കാര്യമൊന്നുമില്ല. സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്ന എത്ര പ്രാധാന്യം ലീഗ് കൊടുക്കുന്നതിൻ്റെ തെളിവാണ്. അതെ, മുനമ്പത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും വളരെ ക്രിയാത്മകമായ ഒരു നിലപാടാണ് തങ്ങളും മുസ്ലിം ലീഗും ഒക്കെ എടുത്തത്. അത് അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത്? മുനമ്പത്ത് നമ്മുടെ ഇടപെടാനുണ്ടായ കാരണം എന്നുള്ളത് മുനമ്പം വഖഫ് സംബന്ധമായ ഇഷ്യൂ ആണല്ലോ, ഫാറൂഖ് കോളേജിൻ്റെ. പക്ഷെ അതിലപ്പുറത്തേക്ക് 2 സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കും വിഭജനത്തിലേക്കും പോകുന്നുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ മുസ്ലിം സംഘടനകളുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം എന്ന് വെച്ചാൽ അവിടെ കാലങ്ങളായി താമസിക്കുന്ന താമസക്കാരുണ്ട് മുനമ്പത്ത്. ഒരു നിലക്കും അവരെ അവിടെ നിന്ന് കുടിയിറക്കാനൊരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. ഈ വസ്തു സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങൾ ഗവൺമെൻറ് അത് ഇടപെട്ടുകൊണ്ട് തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞങ്ങൾ മുനമ്പത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ വരാൻ താല്പര്യമുണ്ട്. മുനമ്പത്തെ ബിഷപ്പ്മാരെയും അവരുടെ കാണണമെന്ന് പറയുമ്പോൾ അവരും തന്നെ വളരെ സന്തോഷത്തോടെ അങ്ങനെ എറണാകുളത്ത് ബിഷപ്പ് ഹൗസിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാൽ 16 ബിഷപ്പുമാരാണ് വന്നത്. 16 ബിഷപ്പുമാർ ഒരേ വേദിയിൽ വരികയാണ്. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്ന് അവരെന്നെ പറഞ്ഞു. അതിപ്പോൾ നമ്മളോടൊക്കെ ഉള്ളൊരു താല്പര്യമായിരിക്കുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ഞങ്ങളുടെ നിലപാട്, അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളൊക്കെ അവർക്കെതിരാണ്, ഈ വഖഫ് പിടിച്ചെടുക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും തന്നെ അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കുന്ന ഒരു സമീപനത്തിനും മുസ്ലിം ലീഗോ മുസ്ലിം സമുദായമോ അതിന് അനുകൂലമല്ല എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ വലിയ ആശ്വാസമാണ് പറഞ്ഞത്. ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയല്ല, ഇതിൽ ഞങ്ങൾ വലിയ സന്തോഷം തരുന്നു. ഏതായാലും രാഷ്ട്രീയ പ്രവർത്തനമാണ്, പുതിയ കാലമാണ്. എങ്കിലും മനുഷ്യൻ്റെ അടിസ്ഥാന നന്മയിലുള്ള വിശ്വാസം കൂടി വന്നതേ ഉള്ളൂ എന്ന് പറയാമോ? അടിസ്ഥാന നന്മയിൽ നമുക്കിത് അവസാനിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന നന്മയിലുള്ള വിശ്വാസം കൂടുകയാണോ അതോ കുറയുകയാണോ? അതെ, അതിപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ കൂടുതൽ നമ്മൾ ഇടപെടും തോറും നമുക്ക് ഒരു പക്ഷേ ഈ വികസനത്തിൻ്റെ ഈ വെളിച്ചവും അതുപോലെ തന്നെ മാറ്റവും ഇതൊക്കെ ഒരു നഗര കേന്ദ്രീകൃതമായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ഇല്ലായ്മയും പട്ടിണിയുടെയും വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും കണ്ണീരും ഇരുട്ടുമുണ്ട്. അത് നമ്മൾ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ അവരെ കൈപിടിച്ച് ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക, അത് മനുഷ്യ സ്നേഹപരമായിട്ടുള്ള, അതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അപ്പോൾ നമുക്ക് ആ നോട്ടിൽ നിർത്താമെന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ അടിസ്ഥാന നന്മയിലുള്ള വിശ്വാസം, അതുപോലെ മലപ്പുറത്തിൻ്റെയും അടിസ്ഥാന നന്മയിലുള്ള വിശ്വാസം ഉദ്ഘോഷിക്കുന്ന ഒരു സമ്മേളനമായി ഇത് മാറിയെന്ന് കരുതുന്നു. നന്ദി എല്ലാവർക്കും. നന്ദിയുണ്ട്. അത് മനോഹരമായിട്ടുള്ള കവറേജിന്